ഇവർ പോയി എന്തെങ്കിലും ആളുകളെടുത്ത് പോയി ചോദിച്ചാൽ അവർ ഒന്നും ചെയ്തു തരില്ല. അത് വേറൊരു സത്യം, മനസ്സിലായില്ലേ? ഇത് ഇന്നത്തെ കാലത്തെന്ന് പറയുമ്പോൾ മാന്ത്രികവാദി എന്ന് പറയുന്നത് അവർ എന്ത് ചെയ്യുന്നു എന്ന് നമുക്കറിയില്ല. കാര്യം എന്ന് പറഞ്ഞാൽ അവർ എന്തിനാണ് ഈ മറ്റുള്ളവരുടെ കുടുംബത്തെ കെടുക്കണമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. കാരണം എന്ന് വെച്ചാൽ അവർ ഇത് ചെയ്യുന്നവർക്ക് തിരിച്ചു ഒരു കാലത്ത് ചെല്ലും. വലിയ വലിയ മന്ത്രവാദികളെല്ലാം ഞാൻ കണ്ടിട്ടുണ്ട്. ഇപ്പം പൊട്ടനായിട്ടും മറ്റവനായിട്ടും മരിച്ചവനായിട്ടാണ് ജനിക്കുന്നത്. കാരണം എന്ന് വെച്ചാൽ ഒന്നും ആ സാപം വിട്ട് മാറിയിട്ടില്ല. മറ്റുള്ളവരെ തുറവച്ചതിൻ്റെ സാപം മാറി. അത് ഞാൻ കണ്ട് മനസ്സിലാക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള മന്ത്രവാദികൾ, പണ്ടുള്ള മന്ത്രവാദികൾ ചത്തതിന് ശേഷം ആ കുടുംബം നാശാവശ്യം പോയിട്ടുണ്ട്. കുറച്ചില്ല അങ്ങനെയുള്ളവരൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ മറ്റുള്ളവരെ കുടുംബത്തെ നശിപ്പിക്കുന്ന ഒരുത്തനെ ഇപ്പോൾ നമ്മളൊരു ഉദാഹരണം ഒരു ഭാര്യ ഭർത്താക്കന്മാരാണെങ്കിലും അവരെ ഒന്നു ചേർക്കണമെന്ന് മന്ത്രവാദം ചെയ്തുകൂടാ. എല്ലാവരും പറയും ഐശി പിടിക്കും, അത് പിടിക്കും, ഇത് പിടിക്കും, ഭാര്യ ഭർത്താക്കാരൻ ഒന്ന് ഒത്തു വരും, ഇതവൻ്റെ മോഹം മയക്കം ഇവിടെ എല്ലാവരും എന്തൊക്കെയോ പറയുന്നുണ്ട്. അങ്ങനെ ഒരിക്കലും ഒരു ഭാര്യ ഭർത്താക്കൻ വേറെ ആരെ ചെയ്താലും ഭാര്യ ഭർത്താവ് ചെയ്യരുത്. ഭാര്യ ഭർത്താവിന് ചിത്രം ചെയ്യരുത്, ഭർത്താവ് ഭാര്യയ്ക്കും ചെയ്യരുത്. അങ്ങനെ ഒരു കാരണവശാലും ചെയ്യരുത് നിങ്ങൾ എന്നാണ് ഞാൻ പറയുന്നത്. കാരണം എന്ന് വെച്ചാൽ ഒരു കാരണവശാലും സൂത്രം ചെയ്ത് ജീവിക്കാനുള്ളവരല്ല നമ്മൾ ഭാര്യ ഭർത്താക്കന്മാരായിട്ട്. ഭാര്യ ഭർത്താക്കന്മാരായിട്ട് പരസ്പരം സ്നേഹം ഉണ്ടെങ്കിൽ സ്നേഹത്തോടെ ജീവിക്കുന്നതാണ് അവസാന കാലം വരെ നിലനിൽക്കുന്നത്. നിങ്ങൾക്ക് മനസ്സിലായില്ലേ? അല്ലാതെ നമുക്ക് ഇപ്പോഴത്തേക്ക് സ്വാർത്ഥതയ്ക്ക് കുറച്ച് എന്തെങ്കിലുമൊക്കെ ചെയ്ത് വല്ല കൈവശം അല്ലെങ്കിൽ കത്തിരിക്ക വശമൊക്കെ കൊടുത്ത് ആ ആളിനെ ഇങ്ങോട്ട് കരച്ച് നമുക്ക് കൈവശം കരുതി പറ്റിക്കളയാന്ന് വിചാരിച്ചാൽ അത് കുറച്ച് ദിവസം നിൽക്കും. അവസാനം ഈ കൈവശം കൊടുത്തവർ ഈ കിടക്കയിൽ എത്ര വർഷക്കണക്കിന് കിടക്കുന്നവർ ഒരുപാട് പേരുണ്ട്. അത് സ്വന്തം കാര്യം പോലും നോക്കൂല, മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കാൻ കിടന്ന് നടങ്ങണവർ എത്ര പേരുണ്ടെന്ന് അറിയാം.